ഓയിൽ പേസ്റ്റൽസ് എന്ന ആധുനിക രീതിയിൽ ഓയിൽ പെയിന്റിംഗ് ജനകീയമായിരിക്കുന്നു. ആ രീതിയാണ് ഇന്ന് ശ്രീ മോപ്പസംഗ് വാലത്ത് പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കാം. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓയിൽ പേസ്റ്റിലാണ് ചെയ്യുന്നത്. അത് കളർ കാർഡിൽ, സാധാരണ വൈറ്റ് പേപ്പറിൽ ചെയ്യുന്നതിന് പകരം കളർ കാർഡിലാണ് ചെയ്യുന്നത്. ഇതൊരു ബ്രൗൺ കളർ പേപ്പറാണ്. ഇതെല്ലാ ഡ്രോയിങ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലും കിട്ടും. ആ കളർ പേപ്പറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ചില റിസൾട്ടുകൾ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിപ്പോൾ ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത്. വീടും കുറച്ച് അതിൻ്റെ മറ്റ് പുൽമേടുകളൊക്കെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് 2-3 ടോൺസ് വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാനുള്ള രീതിയാണ്. അപ്പോൾ ഒരു പ്രത്യേക സുഖം, നമ്മൾ ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ളൊരു പ്രത്യേക ഒരു ഭംഗി ഈ ഡ്രോയിങ്ങിനുണ്ടാകും. അതാണ് ഈ കളർ കാർഡിൽ ചെയ്താലുള്ള ഒരു പ്രത്യേകത. വൈറ്റ് പേപ്പറിലും ഇത് ചെയ്യാം, ഓയിൽ പേസ്റ്റിൽ. കളർ പേപ്പറിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. കളർ പേപ്പർ ഏത് കടകളിലും കിട്ടും, ഡ്രോയിങ് മെറ്റീരിയൽസ് വെക്കുന്ന കടകളിലൊക്കെ ഇത് കിട്ടും. ഞാനിപ്പോൾ ചെയ്യുന്നത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറിൽ ബ്രൗണിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള മറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ആണ് ഇത് ചിത്രം പൂർത്തിയാക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ഈ ഭാഗത്ത് മാത്രമൊന്നും ചെയ്യണില്ല. ചെയ്യാതെ തന്നെ അവിടെ വേറെ കളറുള്ള ഫീലിംഗ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്തരം ലാൻഡ്സ്കേപ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഫോട്ടോ നോക്കി ചെയ്യണ സുഖം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് ആദ്യകാലത്ത് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് ശരിയാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഇമേജസ്, ഫോട്ടോസ് കാണുമ്പോൾ അത് കളക്ട് ചെയ്ത് വെക്കാനുള്ളൊരു ശീലം ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരുപാട് സ്ഥലത്ത് പ്രയോജനപ്പെടും. അങ്ങനെ നല്ലൊരു ആൽബം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് തരം പെയിൻറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത് ഓയിൽ പേസ്റ്റിലാണ്, കളർ കാർഡിലാണ് ചെയ്യുന്നത്. ബ്രൗൺ കളർ കാർഡ്. അപ്പോൾ കളർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കളറ് കാർഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ കളറുള്ള ഭാഗത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വളരെ സുഖകരമായ ഒരു മീഡിയമാണ് അക്രിലിക് കളർ കാർഡ് ചെയ്യുമ്പോൾ. ഒരു ചുറ്റുമുള്ള കളർ, ഈ മെയിൻ ഓബ്ജക്റ്റ് ഇവിടെ വീടാണ്. ഈ മെയിൻ ഓബ്ജക്റ്റിൻ്റെ ചുറ്റും ഞാൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീട് പ്രൊജക്റ്റ് ചെയ്ത് വരും. അതാണ് നമ്മുടെ ഉദ്ദേശം. കുട്ടിക്കാലത്ത് നമുക്ക് ക്രയോൺസ് കൊണ്ട് വരയ്ക്കാറുണ്ട്. ആ ക്രയോൺസിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് ഓയിൽ പേസ്റ്റിൽ. ഇതൊരു ഹോബി ആർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു അമേച്വറായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് പ്രൊഫഷണൽസിനും ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഒരു മീഡിയമാണ്. ഇതിൽ ഞാൻ പച്ച മഞ്ഞ ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ ഒരു മോണോട്ടോൺ വരത്തക്ക രീതിയിൽ ആണിത് ചെയ്യുന്നത്. അങ്ങനെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി നോക്കണം. കാരണം നമ്മൾ സ്ഥിരം ലാൻഡ്സ്കേപ്പിൽ സീനറി വരയ്ക്കുക എന്ന് പറയുമ്പോൾ പച്ചയും മഞ്ഞയും മാത്രം നീലയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിന് പകരം മറ്റ് കളേഴ്സും കൂടി ഉപയോഗിച്ചെന്നാൽ പടം ഭംഗിയുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കൂടി ഒരു ശ്രമങ്ങൾ നടത്തി നോക്കണം. കാരണം നമ്മളിപ്പോൾ ഈ കളറിൽ പടം വരച്ച് ഇത് അങ്ങനെ വരയ്ക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഇമേജും ഇവിടെ തീർന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പുഴയാണ് ഉദ്ദേശിച്ചത്, കായലോരമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കായലോരത്തിൻ്റെ ബാക്കി റിഫ്ലക്ഷൻസും കൂടി നമുക്കിവിടെ ചെയ്യാം. ഇത് കയ്യിൽ ഒട്ടിപ്പോകും കുറച്ച് കഴിയുമ്പോൾ. ഇതിൻ്റെ അംശം നമ്മുടെ കയ്യിലേക്ക് സ്മഡ്ജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വരാണ്ടിരിക്കാനായിട്ട് ഇത് ഒരു മീഡിയം കിട്ടും കടകളിൽ, അക്രിലിക് മീഡിയം കിട്ടും. ആ മീഡിയം ഇത് കോട്ട് അടിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ബ്രഷ് വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഒരു കാലത്ത് സ്മഡ്ജ് ചെയ്ത് വരില്ല. നമുക്ക് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാം. ദീർഘകാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ നമ്മൾ വരയ്ക്കുന്ന നല്ല പെയിൻറ്റിങ്സ് നമുക്ക് കളയാതെ സൂക്ഷിക്കാൻ പറ്റും.
മുൻപൊക്കെ ഇതിന് ഇങ്ങനെ ഒരു മീഡിയം കിട്ടാഞ്ഞതുകൊണ്ട് പലപ്പോഴും ഇതുപോലത്തെ നല്ല പെയിൻറ്റിങ്സ് കുട്ടിക്കാലത്തുള്ള കുട്ടികൾ ചെയ്ത പെയിൻറ്റിങ്സ് സൂക്ഷിച്ച് വെക്കാൻ പറ്റാതെ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു മീഡിയം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് കളർ കാർഡിലെ ഓയിൽ പേസ്റ്റിലോട് ചിത്രം വരയ്ക്കണം, വളരെ ക്വിക്കായിട്ട് ചിത്രം വരയ്ക്കണ ഒരു രീതി. ഇപ്പോൾ ഇനി ഇതുള്ളത് ചെറിയ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ തുണി വെച്ചിട്ട് ഇത് തുടച്ച് കളഞ്ഞ പെയിൻറ്റിങ് ഫിനിഷായി. ഇതാണ് ഓയിൽ പേസ്റ്റിൽ കളർ കാർഡിൽ ചെയ്യേണ്ട രീതി.